വാഴ കോൺട്രവേഴ്സി അതാണ് സംസാരിക്കാൻ പോകുന്നത്. വാഴ സിനിമ 100 crore ആണ് കളക്ട് ചെയ്തത് 15 ദിവസം കൊണ്ട്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമുള്ള കളക്ഷനാണ് മോർ ദാൻ 100 crore. സിനിമ ഓൾറെഡി 250 crores ഒക്കെ ആയിട്ടുണ്ട്. സോ വാഴ ഇത്രയും ഹൈ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കോൺട്രവേഴ്സിക്ക് ഒന്നും ഒരു കുറവും ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അങ്ങനെയാണ് വെൻ മണി കംസ് കോൺട്രവേഴ്സി കംസ്, അങ്ങനെയാണ് ഈ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പടം ഹിറ്റായി. വാഴ 1 ഈസ് എ സൂപ്പർ ഹിറ്റ്, വാഴ 2 ഈസ് എ സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. ഇനി വാഴ 3 ബയോപിക് ഓഫ് എ ബില്യൺ ഗേൾസ്. ഇതൊരു ഭയങ്കര കമന്റ് ബോക്സ് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. അതല്ലാതെ പിന്നെ പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴ 2ന്റെ പിന്നാലെ കുറെ ഉസ്താദുമാർ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. പിന്നെ ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഉണ്ട് സിനിമയ്ക്കെതിരെ. അതായത് ബിജുക്കുട്ടൻ ചെയ്തൊരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ അരിഷ്ടം കുടിച്ച് അങ്ങോട്ട് തീരുമാനമാവുകയാണ്. അപ്പൊ ഈ അരിഷ്ടം വിഷയമാണോ ഇല്ലെന്നുള്ളത് ഇത് പടം ഇറങ്ങി 2ാമത്തെ ദിവസം തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ആയുർവേദ ഡോക്ടർ ഇട്ടത്. അപ്പോൾ ഞാനത് അത്ര കോൺട്രവേഴ്സി ആണെന്ന് വിചാരിച്ചില്ല. ബട്ട് നൗ ഇറ്റ് ബിക്കം ലൈക്ക് മാസീവ് കോൺട്രവേഴ്സി. ഓക്കെ, അപ്പൊ ഈ വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്തായാലും മറ്റേ മാങ്ങുള്ള മാവിലല്ലേ കല്ലേറികൾ പറയണ പോലെ. അതെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പോയി നോക്കേണ്ടത് ഈ ഉസ്താദുമാരുടെ പിന്നാലെ ഒന്ന് പോയേക്കാം. അതായത് ഇപ്പൊ റണ്ണിങ് സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുന്ന വാഴയിൽ ഒരു പെർട്ടിക്കുലർ സീന് കാണുമ്പോൾ കുട്ടികള്, ജെൻസി ക്രൗഡ്, ജെൻ ആൽഫ ക്രൗഡൊക്കെ തിയേറ്ററിൽ ഇരുന്നിട്ട് ആമീൻ എന്ന് പറയുന്നു. അതിന്റെ ഒരു ഓപ്പണിംഗ്, വാഴ 2യുടെ ഓപ്പണിംഗ് സീനിലുള്ള ഒരു സംഗതിയാണത്. അതിന്റെ റീലും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തു വന്നപ്പോഴാണ് ഇവരുടെ വിഷയം സംഭവിക്കുന്നത്. നമുക്ക് ആദ്യം കുറച്ച് 1-2 വൈറലായ ഉസ്താദുമാരുടെ വീഡിയോസ് കാണാം. എന്താണ് സിനിമന്റെ പേര്? വാഴ. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാണ്ട് ആ കാറിൽ സിനിമക്ക് പോണ കാലാണ്. അവിടെ കുത്തുന്ന ചിർച്ചയാണ്. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്നൊക്കെ സിനിമകളിൽ നിന്ന് ചിർച്ചിന് ഫോട്ടം കിട്ടിയോ? പോയമ്മ കിട്ടിയോ? എന്താണ് സിനിമന്റെ പേര്? വാഴ. അതിന് ചോദിക്കാം, അതൊന്നും പറഞ്ഞാൽ എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ ആരോടെങ്കിലും ചോദിച്ചു പഠിച്ചാൽ എനിക്ക് മറ്റന്നാളൊരു ക്ലാസ്സിന് ആവശ്യമുണ്ടത്. വാഴ നിങ്ങൾ കേട്ടോ? പറയാൻ കേട്ടോ? ഞാൻ കേട്ടില്ല, എനിക്ക് ഒരാൾ വിട്ടെന്നാണ്. കുട്ടികൾ ഇങ്ങനെ ദ്വാരക്കുമ്പോൾ ഇങ്ങനെ ചിരിച്ച് ആമീൻ പറഞ്ഞ ഫോട്ടോയെ കാണാം. അപ്പൊ എനിക്ക് കുട്ടിയുടെ വിഷയം തന്നെതാണ്. തിയേറ്ററിൽ പോയതാണല്ലോ തങ്ങളെ ആ ചിരിച്ചത്. എനിക്ക് വിട്ടെന്നാ പറയണത്. പണ്ടൊക്കെ തിയേറ്ററിൽ പോകാറുണ്ട്, അതിൽ സ്വകാര്യമായിട്ടും മറച്ചു വെച്ചോണ്ടും അങ്ങനെ. ഇപ്പൊ ആഘോഷിക്കണ്ട, ഫോട്ടോ വിടാൻ പോലെ ആമീൻ പറഞ്ഞാൽ ചിരിച്ചാണ്ട് ഉസ്താദ് ഇങ്ങനെ ദ്വാരക്കാണ് സിനിമ തിയേറ്ററിൽ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരം അല്ലേ, കുറച്ച് ഭയങ്കര ഞെട്ടിക്കണ സംഭവമായിട്ട് എനിക്കൊരു നാടൻ വിട്ടെന്നാണ് ആ പോസ്റ്റ്. അപ്പൊ ഞാൻ പറയണത് എന്താ വെച്ചാല്, ആ മാഷാ അല്ലാഹ് എന്നുള്ള ബോർഡൊക്കെ ഉള്ള സ്റ്റിക്കറൊക്കെ ഉള്ള കാറൊക്കെ വിട്ടുണ്ടായാൽ അത് തോന്നിയ സ്ഥലത്തൊക്കെ പോകുമ്പോൾ പിന്നെ നീയത്തൊക്കെ കണക്കിനേക്കാറ്. പക്ഷെ ഞമ്മക്ക് മുമ്പിനിങ്ങൾക്ക് ₹1 അള്ളാന്റെ മാർഗത്തിലല്ലാതെ ചെലവഴിക്കാൻ യാതൊരു വകുപ്പില്ല. അത് കോടിയാണെങ്കിലും ലക്ഷമാണെങ്കിലും ₹1 ആണെങ്കിലും അറിയാങ്ങൾക്ക് അള്ളാന്റെ മാർഗത്തിലല്ലാതെ ചെലവഴിക്കാനുള്ള ഒരു വകുപ്പ് ഒരു മൂമിനില്ല. കൂലി കിട്ടാതെക്കൂല നീയത്ത് വെച്ചാൽ. അങ്ങനത്തെ മൂവിന് എന്താൻ പറ്റുള്ളൂ, ചെലവഴിക്കാൻ പറ്റും. അതായത് സിനിമയ്ക്ക് പോകുന്നത് പ്രശ്നമാണ്, സിനിമ എൻജോയ് ചെയ്യുന്നത് പ്രശ്നമാണ്. ഇവര് കുറേയൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിച്ചിട്ടുള്ള ഒരു റിലീജിയൻ എന്ന് പറയുന്നത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരിക്കും. കാരണം മതപരമായിട്ടുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇപ്പോഴത്തെ ജനറേഷൻ മാറി അവർക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള രീതിയിൽ അവർ പല മാറ്റങ്ങളും അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹിന്ദുക്കൾ കുറേ ആൾക്കാർ പഴയതിലേക്ക് പോവുകയാണ്. ക്രിസ്ത്യൻസ് പിന്നെ ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണോ എന്നുള്ളത് ന്യൂട്രലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നിട്ടും ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും ഉസ്താദുമാര് എന്താ ഇറ്റെന്നറിയോ, അവർക്ക് ഇപ്പോഴും ഈ ജെൻസി യൂത്ത് ക്രൗഡിനെ പിടിച്ചു വെക്കണം എന്നുള്ളത് കൊണ്ട് സിനിമ കാണാൻ പാടില്ല, സിനിമയ്ക്ക് പോവാൻ പാടില്ല, സ്ത്രീകൾ സിനിമയ്ക്ക് പോകാൻ പാടില്ല, റീൽസ് ഇടാൻ പാടില്ല, പല രീതിയിൽ. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്താ, ഇവരുടെയൊക്കെ റീല് പിന്നെ ഇൻസ്റ്റയിലല്ലാതെ നമ്മൾ പിന്നെ കിതാബിന്റെ പേജ് മറിക്കുമ്പോഴാണോ കണ്ടുകൊണ്ടിരിക്കുന്നത്? ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇത് ഉസ്താദ് അറിഞ്ഞിട്ടല്ല ഈ റീൽസ് ഇടുന്നത്, ഉസ്താദിന്റെ റീല് വേറൊരാൾ ഷൂട്ട് ചെയ്തിട്ട് ഉസ്താദിന് വേണ്ടി വേറൊരാൾ പോസ്റ്റ് ചെയ്യുന്നതാണുള്ളത്. എടാ, നരകത്തേക്കുള്ള വഴി ഏതൊരുത്തും കാണിച്ചു കൊടുത്താലും ആ കാണിച്ചു കൊടുത്തത് നരകത്തേക്കുള്ള വഴിയല്ലേ, പോസ്റ്റ് ചെയ്യുന്ന ഉസ്താദിന്റെ വീഡിയോ അല്ലേ. ഇപ്പൊ സിനിമാ തിയേറ്ററിൽ ഇരുന്നിട്ട് അത് മയ്യത്തായി കഴിഞ്ഞാൽ പിന്നെ ആ ബോഡി സ്വർഗത്ത് പോയില്ല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം സിനിമ നിഷിദ്ധമാണെന്നാണ് പറയുന്നത്. സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട്, സിനിമ ഉപജീവനമാർഗമാക്കുന്നവരുണ്ട്, സിനിമയിൽ അഭിനയിച്ച് ലൈഫ് സെറ്റിൽ ആക്കുന്നവരുണ്ട്. ഈ സിനിമ എന്ന് പറയുന്നത് ആ 2-3 മണിക്കൂറുള്ള ആ 2-3 മണിക്കൂറുള്ള ഒരു എന്റർടൈൻമെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമാണ് റീൽസ് എന്ന് പറയുന്നത്. 1.5-2-3 മിനിറ്റ് എന്ന് പറയുന്നത്.
സെയിം കൈൻഡ് ഓഫ് സാധനം തന്നെയാണ് അല്ലേ. ഒരു ഗാഡ്ജറ്റ് വെച്ച് ഷൂട്ട് ചെയ്യുന്നു, ചിലർ അതിൽ ക്യാരക്ടേഴ്സ് ആയിട്ട് അഭിനയിക്കുന്നു, ചിലർ റിയൽ ലൈഫ് കാണിക്കുന്നു. ഇതിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. കാലം മാറുന്നതിനനുസരിച്ച് ഉസ്താദുമാരുടെ രീതി മാറുന്നുണ്ട്. അതായത് മതപ്രഭാഷണം നടത്തുന്ന രീതികൾ നിങ്ങൾ മാറ്റി. പണ്ടത്തെ പോലെ എവിടെയെങ്കിലും ടാർപ്പായും വലിച്ചു കെട്ടി മറ്റേ രാത്രി ഇരുന്ന് വേർത്തൊലിച്ച് ഇരുന്ന് വായിച്ച് വയലുന്ന പോലെ അല്ലല്ലോ. ഇപ്പൊ എന്താ ഡിജിറ്റൽ മജ്ലിസ്, പല രീതിയിലുള്ള ഐറ്റങ്ങളുണ്ടേ. അപ്പം കുട്ടികൾ സിനിമാ തിയേറ്ററിൽ പോവും, ഒരു ഫണ്ണാക്കും. അവർക്ക് കൃത്യമായിട്ട് അറിയാം എപ്പോൾ പടച്ചോനെ പേടിക്കണം, പടച്ചോനെ എങ്ങനെ റെസ്പെക്ട് കൊടുക്കണം. എല്ലാവർക്കും ഉണ്ട് അങ്ങനെ, കറക്റ്റ് ഉണ്ട്. കാരണം അവർ എൻജോയ് ചെയ്യുന്ന സമയത്ത് എൻജോയ് ചെയ്യും, അല്ലാത്ത സമയത്ത് അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നവർ നല്ലവരുണ്ട്. ഇത് കാണുമ്പോൾ എന്താ ഈ എൻജോയ്മെന്റ് നടക്കണില്ല, സിനിമയും കാണാൻ പറ്റില്ല. ആർക്കും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നുന്നു. അതെന്താ ഈ ഉസ്താദ്മാർ ഇവരുടെയൊക്കെ പേഴ്സണൽ ലൈഫിൽ ഇവർ പടച്ചോന് വേണ്ടിയും ദീനിനു വേണ്ടിയും ഇവരുടെ ഈ എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ സ്വർഗത്ത് പോയിട്ട് എന്റർടൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോ ഹൂറിമാരെ കിട്ടും, തേനിന്റെ പാലിന്റെ പുഴകും മദ്യത്തിന്റെ പുഴകും എന്ന് പറഞ്ഞിട്ട് ഇത് കാത്തിരിക്കല്ലേ. ഇത് പോയ ആരും അവിടെ വന്ന് തിരിച്ച് പറഞ്ഞിട്ടില്ലല്ലോ അവിടെ അത് ഉണ്ടെന്നോ ഇല്ല എന്നുള്ളത്. എന്തോ ഒരു എക്സ്പെക്ടേഷൻ ആണ് അവിടെ അത് ഉണ്ട് എന്നുള്ളത്. അതിന്റെ മുകളിൽ അങ്ങനെ ജീവിച്ചു പോവാ. ഇതാണ് സ്വർഗം, ഇവിടെ കിട്ടുന്ന കാര്യങ്ങളാണ് അനുഭവിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഒരു ബോധമോ എന്തോ ഇല്ല. ഇവിടെ ഈ പറഞ്ഞ പോലെ ഓക്കെ പടച്ചോന് വേണ്ടി ദീനിന് വേണ്ടി ദൈവത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ലൗകിക സുഖങ്ങൾ മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റി വെച്ച് മിണ്ടാതെ ജീവിച്ച ഒരു സൈഡിൽ കൂടി പോവുക. ബാക്കിയുള്ളവർ എന്തിനാ മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓൻ ഇഷ്ടമുണ്ടെങ്കിൽ മാറ്റാതിരിക്കുക ചെയ്തോട്ടെ. എനിക്ക് ഇമാതിരി ആൾക്കാരുണ്ടല്ലോ ചിലരെ കാണുമ്പോൾ നിങ്ങൾ എന്തിനാ സിനിമ എടുത്ത് വെച്ച് പറയണേ? നിങ്ങൾക്ക് കിതാബിലുള്ള മാത്രം പഠിപ്പിച്ച് പോയാൽ പോരെ. അപ്പൊ അതല്ല, അപ്പൊ റീച്ചിന് വേണ്ടിയിട്ട് ഇപ്പൊ വാഴയാണ് മറ്റേ വൈറലായിട്ട് നിങ്ങൾ വാഴയെ കുറിച്ച് പറയണം, മനസ്സിലായോ? അങ്ങ് വൈറലാവുന്ന എല്ലാ സാധനത്തിനെ കുറിച്ചും പറഞ്ഞ് ഇൻസ്റ്റയിലും യൂട്യൂബിലും വീഡിയോ ഇട്ടിട്ട് ലാസ്റ്റ് പറയാണ് സിനിമ പറ്റൂല, റീൽസ് പറ്റൂല. അതുകൊണ്ട് ലാസ്റ്റ് ഉസ്താദിനെ മണി അടിക്കണം, ഉസ്താദിനെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയും. എത്തുന്ന ചെങ്ങായിമാര്. ഇനി വേറൊരാളെ കേട്ടോ, ക്യാപ്ഷനൊക്കെ ആയിട്ട് വാഴ 2 കാണാൻ പോയ കുറച്ച് പെൺകുട്ടികളെ കുറിച്ചുള്ള ഒരു വീഡിയോ കണ്ടു. ഞാൻ അവരോടൊക്കെ പറയുന്നത് ഈ വാല് പറഞ്ഞത് കൊണ്ടൊന്നും ഇത്തരം പ്രവണതകളെ മാറ്റാൻ കഴിയില്ല. സ്വന്തം വീട്ടിൽ ദുപ്പറിഞ്ഞ പ്രശ്നമാണ് എന്ന് തോന്നുന്ന ഒരു പെൺകുട്ടിയും അവർ ചെയ്യുന്ന ഒരു തെറ്റുകളെ പരസ്യമാക്കാൻ ധൈര്യം കാണിക്കില്ല. പഠിച്ചോൻ എന്തായാലും പേടിയില്ല, അത് പോട്ടെ, പഠിച്ചോനെ പേടി പോട്ടെ. സ്വന്തം വീട്ടിൽ ഉപ്പ് ഇതറിഞ്ഞാൽ, എന്റെ ഉമ്മ അറിഞ്ഞാൽ, എനിക്ക് ഉമ്മ എന്റെ ഉപ്പാനെ പേടിയാണ്, അവരറിഞ്ഞത് മോശമാണ്, അവർ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും, അവർ ചീത്ത പറയും എന്ന പേടി മക്കൾക്കുണ്ടെങ്കിൽ ആ മക്കള് സിനിമാ തിയേറ്ററിൽ പോകുന്ന റീലുകൾ ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യോ? എന്നിട്ട് നിങ്ങൾ ഏത് ഉസ്താദന്മാരെ കുറ്റം പറയാം? ഏത് ഉസ്താദന്മാരോട് നിങ്ങൾ വാല് പറയാൻ പറയുന്നത്? എനിക്കിത് കുറെ ആളുകൾ അയച്ചു തന്നിട്ടുണ്ട് വാല് പറയണം. നമ്മൾ എന്തിനാ വാല് പറയുന്നത്? സ്വന്തം മാതാപിതാക്കൾക്ക് അത് പ്രശ്നമില്ലെങ്കിൽ മക്കള് സിനിമാ തിയേറ്ററിൽ പോകുന്നതും കാമുകന്മാരുടെ കൂടെ ലിവിങ് ടുഗദറിലൂടെ ജീവിക്കുന്നതൊന്നും മാതാവിനും പിതാവിനും പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമ്മൾ വാല് പറഞ്ഞതുകൊണ്ട് എങ്ങനെയാ മാറ്റമുണ്ടാവുക? നമ്മളൊക്കെ കഴിവിന്റെ പരമാവധി കുറച്ചൊക്കെ തെറ്റു ചെയ്യാതെ ജീവിക്കുന്നത് പടച്ചോനെ പിടിച്ചിട്ടൊന്നുമില്ല, ഉപ്പാനുമാനെ പിടിച്ചിട്ടാണ്. അതിനാണ് ഈ കുടുംബ ബന്ധം നിലനിർത്തണം എന്ന് അള്ളാഹു പറയുന്നത്. അള്ളാഹു എല്ലാവർക്കും പടച്ചോനെ പേടിയുണ്ടാവും, എന്നാലും പലപ്പോഴും നമ്മൾ പല തെറ്റുകളിൽ നിന്നും പേടിച്ച് മാറി നിൽക്കുന്നത് ഉപ്പ ഉമ്മ അറിഞ്ഞാലോ എന്ന പേടിയാണ്. ആ പേടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണമെന്ന്. സിലത്തുർ റഹീം. മൂപ്പര് പെണ്ണുങ്ങളെ മാത്രം ഫോക്കസ് ചെയ്താണ് സംസാരിക്കുന്നത്. ശരിക്കും അതൊന്ന് മാറിയിട്ട് മക്കളോട് ഉപ്പാനും ഉമ്മാനെയും സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും റെസ്പെക്ട് ചെയ്യാനും പേടിക്കണം എന്ന് പറയുന്നത്. പേടിയല്ല വേണ്ട അല്ലേ? പേടിയല്ല, റെസ്പെക്റ്റ് ആണ് വേണ്ടത്. നമുക്ക് സ്നേഹവും റെസ്പെക്റ്റും വേണ്ടത്. അതിന് പേടി എന്നൊക്കെ പറഞ്ഞ് ആ രീതിക്ക് കൊണ്ടുപോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല. പിന്നെ വാഴ സിനിമയെ കുറിച്ചുള്ള റെഫറൻസ് വെച്ചാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി വാഴ സിനിമയിൽ പറയുന്നതും കാണിക്കുന്നതും തന്നെ എന്താ, നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള നിങ്ങളുടെ ബോണ്ട്, ബ്രദർ ആയിട്ടുള്ള ബോണ്ട്, അച്ഛനും അമ്മയും ആയിട്ടുള്ള ബോണ്ട്, ഫ്രണ്ട്സ് ആയിട്ടുള്ള ബോണ്ട്, സിസ്റ്റർ ആയിട്ടുള്ള ബോണ്ട്, അതെങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ളതിന്റെ വാല്യൂസ് ആണ് ഇപ്പോഴത്തെ ജനറേഷൻ പറഞ്ഞു കൊടുക്കുന്നത്. അച്ഛനും അമ്മയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെന്താ ആർക്കും പിന്നെ പ്രശ്നമുള്ളത്? ചുമ്മാ വെറുതെ ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ കുറെ മാറിയിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ ഉസ്താദുമാരെ വിഷയം ഞാൻ പറയട്ടെ, അവരുടെ മുന്നിലിരിക്കുന്ന ആളുകള് അവരുടെ ഹാർഡ് കോർ മറ്റേ മതം മാത്രം കൊണ്ടു നടക്കുന്ന ആളുകളായിരിക്കും ലൈവായിട്ട് അവർ മുന്നിലിരിക്കുന്നത്. അവരോട് എന്ത് പറഞ്ഞാലും അവരത് കേട്ടിട്ട് പറയും. പക്ഷെ ഇവരുടെ ആവശ്യം ഇത് വൈറലാണ്. കാരണം ഉസ്താദുമാരുടെ ഇടയിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ഏത് ഉസ്താദാണ് ഏറ്റവും വൈറലായ ഉസ്താദ്, ഏത് ഉസ്താദിനാണ് ഏറ്റവും കൂടുതൽ ലൈക്കും സബ്സ്ക്രിപ്ഷനും ഉള്ളത്, ഏത് ഉസ്താദിന്റെ മണിയാണ് ഏറ്റവും കൂടുതൽ അടിച്ചു പൊട്ടിച്ചിട്ടുള്ളത്, ഇതൊക്കെ അറിയണം. മനസ്സിലായോ? അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ട് എന്തിനാ ചിരിക്കണേ? ഞാൻ സബ്സ്ക്രിപ്ഷന്റെ മണി ബെല്ല ഞാൻ പറഞ്ഞത്, അത് സബ്സ്ക്രിപ്ഷൻ മണി അടിക്കുക. നിങ്ങൾ തെറ്റിദ്ധരിക്കല് മക്കളെ. നാളെ ഏതൊരു ഉസ്താദ് ഞാൻ മണി അടിച്ചു പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ടോ? ഉസ്താദ്മാരെ ഞാൻ പറഞ്ഞു നിങ്ങളെ സബ്സ്ക്രിപ്ഷന്റെ ബെല്ലിനെ കുറിച്ചാണ്. അപ്പൊ ഇതാണ് ഒരു കോമ്പറ്റീഷൻ ഉണ്ട് ഇവരുടെ ഇടയില്. അപ്പൊ ഈ കോമ്പറ്റീഷൻ
ഇവർക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ വൈറൽ ടോപ്പിക്കുകൾ സംസാരിക്കണം. മനസ്സിലായോ? Viral ഇത് science സോഷ്യൽ മീഡിയയിൽ അതെ. ചർച്ചയാവണം. ഇത് ചർച്ചയാക്കാൻ വേണ്ടിയിട്ട് എന്താണോ അറ്റ്മോസ്ഫിയറിലുള്ള ആ സാധനം എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവര് മതമായിട്ട് കൂട്ടിക്കലർത്തിയിട്ട് പറയും, അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്തിടും. ഇത് ലാസ്റ്റ് ഇത് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ സംസാരിക്കാൻ പോയാൽ എന്താ പറയാ അറിയോ, ഇത് ഞാൻ അവിശ്വാസിയോട് പറഞ്ഞതല്ലല്ലോ, മുസ്ലിം മതവിശ്വാസിയോട് പറഞ്ഞതല്ലേ, എന്നാ പിന്നെ എന്തിനാ ഇത് പബ്ലിക്കായിട്ട് ഇടാൻ നിൽക്കലേ? ഒരു ക്ലോസ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വിശ്വാസികൾ മാത്രം വന്ന് കാണൂ, അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ വെക്കി. ഉസ്താദ്മാരോട് ഞാൻ പറയും, നിങ്ങൾ എക്സ്ക്ലൂസീവ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, എന്നിട്ട് നിങ്ങൾ അതിൽ വീഡിയോ ഇടി. അപ്പൊ നിങ്ങളെ വയൽ കേൾക്കാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആളുകൾ മാത്രമുള്ള സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ. നമ്മളിത് ഓപ്പൺ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ വിശ്വാസി കാണും, അവിശ്വാസി കാണും, വേറെ മതത്തിലുള്ളവർ കാണും, എല്ലാവരും ഇത് കാണും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ വരാൻ പോണില്ലല്ലോ. അപ്പൊ പിന്നെ കുറെ വിശകലനം വരും, അനാലിസിസ് എല്ലാ കാര്യങ്ങളും വരും ചെയ്യും. ഓപ്പൺ ആയിട്ട് പബ്ലിക് ആയിട്ട് ഇട്ടാ അത് ഓഡിറ്റ് ചെയ്യപ്പെടും. ഒന്ന് അല്ലേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, ഉസ്താദ്മാര് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുക, നിങ്ങളെ ആവശ്യമുള്ളവർ മാത്രം നിങ്ങൾ അവിടെ വന്ന് കണ്ടിട്ട് പോവുക. അപ്പൊ അവർക്ക് അത് ഇൻസ്റ്റാ യൂസ് ചെയ്യണം, റീൽ ഇടണം. എന്ത് കഥയാന്ന് ആലോചിച്ച് നോക്ക്. ഇനി അടുത്തത് ഈ വീഡിയോ ഉണ്ടോ ഒരു അതുകൊണ്ട് ഞാൻ കാണിച്ചത് ഏത് വീഡിയോക്കാണ് ഉസ്താദ്മാര് പറയണെന്നുള്ളത്. ഇങ്ങനത്തെ കുറെ വീഡിയോ ആണ്. ഇങ്ങനെ കൊറേ വീഡിയോസ് ഉണ്ട്. അത് ആ വാഴ സിനിമയുടെ ഓപ്പണിംഗ് സർക്കാസ്റ്റിക് ആയിട്ട് വലിയ വിഷയാന്ന് പറഞ്ഞിട്ട് നടക്കണം. അതിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അടുത്തൊരു സംഗതി കോൺട്രവേഴ്സി ആയിട്ട് വാഴ റിലേറ്റഡ് ആയിട്ടുള്ള വാഴ 3യുടെ പോസ്റ്റർ. ആൻഡ് ആദ്യം ഞാന് ഒരു വിപിൻ ദാസ് ഇതിന് കൊടുത്ത ബൈറ്റ് വെക്കാം. ഏത് ക്യൂബ് സ്റ്റുഡിയോക്ക് കൊടുത്ത ബൈറ്റ്. വാഴ 3 എന്താ വാഴ 3 എന്താ കഥയായിട്ടും അന്നുമില്ല ഇന്നുമില്ല. അത് ഐഡിയ ആയിട്ടുള്ളത് നമ്മൾ ആരുടെ കഥ ഇനി പറയണം, ഇത് എന്തൊക്കെ ഇനി അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതിനനുസരിച്ചിരിക്കും വാഴ 3. അപ്പം എനിക്കിപ്പോൾ തോന്നിയത് ബോയ്സിനെ നമ്മൾ കുറേ ഇനി ബോയ്സിനടുത്ത് വീണ്ടും പറയാൻ പോയാൽ അത് പിന്നെയും അവരെ ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെ ആവും. അപ്പോൾ അതുകൊണ്ട് വാഴ 3 എനിക്കിപ്പോഴും ഒരു ജെൻസി അല്ലെങ്കിൽ ഒരു 90s മുതലുള്ള കിഡ്സിൻ്റെ ഗേൾസിൻ്റെ കഥ പറയണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം ആ സ്ത്രീകളുടെ എല്ലാ ലൈഫിലൂടെയും കയറി പോകുന്ന കണ്ടന്റ് വെച്ചിട്ടുള്ള സിനിമയായിരിക്കാം. വാഴ 3 സ്ത്രീയാണ് സ്ത്രീ വാഴ സ്ത്രീ എന്ന് പറയാല്ലേ, ബയോപിക് ഓഫ് ബില്യൺ ഗേൾസ് എന്നുള്ള. ഓക്കെ, ഇതാണ് മൂപ്പര ഒരു തീം കോൺസെപ്റ്റ് പറഞ്ഞത്. ഇതിന്റെ പോസ്റ്റ് ഇട്ടതോട് കൂടിയിട്ട് ഇവൾമാർക്ക് എന്ത് കഥ, ഏർലി മാരേജ് പീരിയഡ്സ്, പ്രസവവേദന, ന്യൂഡ് സിങ്സ്, ബെസ്റ്റ് ടീം, പറയും മയിരും ഒക്കെ ആയിരിക്കും. പെണ്ണുങ്ങളാണെങ്കിൽ സെന്റി അടിച്ച് അലമ്പാക്കും, ബോയ്സ് മതിയായിരുന്നു. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് മൂഞ്ചിയത് സ്ത്രീകളെ ഉദ്ധരിക്കാൻ പോയിട്ടാണ്, പിന്നെ ഗതി പിടിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് കമന്റ്സ് ഉണ്ട് ഇതിനടിയിൽ, ഒരുപാട് കമന്റ്സ്. ഈവൻ നമ്മുടെ കാറിനകത്താണെന്നുണ്ടെങ്കിലും വാഴ 3യുടെ ഈ ഒരു സാധനം വന്നത് നല്ല ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. ചർച്ച മീൻസ് സിനിമ വേണോ വേണ്ടേ എന്നുള്ളതല്ല. പ്രഭി പറഞ്ഞത് ആ സിനിമ ഇറങ്ങിയാൽ പൊട്ടും, കാരണം ഓരോരു പക്ക മറ്റേ ലൈൻ അല്ലടാ, മെയിൽ ചോവനിസ്റ്റിക് ലൈനിലാണ് ഓൻ പറഞ്ഞത്. ഓൻ അതിന് റീസൺ ഉണ്ട്, കാരണം ഓൻ അങ്ങനത്തെ അയൺ ബോക്സ് ആണ് ലൈഫിൽ കിട്ടിയത്. അതിന് റീസൺ, അനുഭവങ്ങൾ പാച്ചാളികൾ, അത് അവിടെ പോട്ടേന്ന് വിചാരിക്കും. അവനെ നമുക്ക് മനസ്സിലാക്കാം. ഞാനും സ്നേഹി തമ്മിലുള്ള അടി ഉണ്ടായത് അതല്ല. വാഴ 3 വരട്ടെ, സ്ത്രീകളുടെ കഥ ആയിക്കോട്ടെ, വില്ലനായിട്ട് ആണുങ്ങളെ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ പോയിന്റ്. ഇന്റെ പോയിന്റ് അങ്ങനെ. കാരണം ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് പലതും സ്ത്രീകളുടെ കഥ പറയുന്ന സിനിമകളിൽ കൂടുതലായിട്ട് വില്ലനായിട്ട് വരുന്നത് അച്ഛൻ, ഏട്ടൻ, ഭർത്താവ്, അനിയൻ, അപ്പുറത്തു കൂടി പോണ മാമൻ, ഇപ്പുറത്തു കൂടി പോണ. അപ്പൊ ഞാൻ അങ്ങനെ ആവരുതെന്നേ ഉള്ളൂ. എനിക്ക് എന്റെ മനസ്സിൽ ഇത്രേ ഉള്ളൂ. ഇപ്പൊ വാഴ 1, 2 വന്നു, ചെക്കന്മാരെ ഓപ്പോസിറ്റ് വില്ലന്മാരായിട്ട് ചെക്കന്മാരാ. അതിലുള്ള ഒരു സ്ത്രീകളും ഈവൻ ഒരു എന്താ പറയാ, ഒരു പൊടിക്കെങ്കിലും എന്തില്ല, സ്ത്രീകൾ അങ്ങോട്ട് പറ്റതാക്കിയിട്ടൊന്നും ഓപ്പോസിറ്റ് കാണിച്ചില്ല. ആണുങ്ങളെ ലൈഫ് അങ്ങനെ പറഞ്ഞു പോയി. ആണുങ്ങളെ ലൈഫിനകത്ത് വരുന്ന മയക്കുമരുന്നും അതും ഇതൊക്കെയാണ് പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. അതായത് പല രീതിയിൽ അവരുടെ സ്കൂൾ ലൈഫ് കാര്യങ്ങള് അങ്ങനെ പറഞ്ഞു പോയി. പക്ഷെ സ്ത്രീകളുടെ ലൈഫിലേക്ക് വരുമ്പോ എനിക്ക് അറിയാൻ ഭയങ്കര താല്പര്യമുണ്ട്. സ്ത്രീ റൈറ്റർ ആണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി എനിക്ക് അറിയാൻ ഭയങ്കര താല്പര്യം. കാരണം എനിക്ക് ഈ സ്നേഹമൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്, നിങ്ങൾ ആണുങ്ങൾ വിചാരിച്ച പോലെയല്ല, പെണ്ണുങ്ങളെ ലൈഫ് നിങ്ങൾക്ക് അറിയണ്ട. അപ്പൊ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. അറിയണം. അത് ഞാൻ അറിയാൻ പഠിക്കേണ്ടത് എന്റെ അമ്മയുടെ മറ്റേ ഗർഭവേദന, സ്നേഹന്റെ പീരിയഡ്സ്, ഇതൊക്കെ ഞാൻ അറിയണതാ. എനിക്കിതെല്ലാം അറിയേണ്ടത്. വാട്ട് ഈസ് അതർ ദാൻ ദാറ്റ്, മോർ ദാൻ ദാറ്റ്. ഈ സങ്കടവും വിഷമത്തിലും കൂടുതൽ ആണുങ്ങളെ സിനിമയിൽ വൈബ് കാണിച്ചു, അപ്പൊ സ്ത്രീകളെ വൈബ് പാർട്ടാണ് അറിയേണ്ടത്. സീരിയസ്ലി ഇവരുടെ ത്യാഗം, ഇവരുടെ വിഷമം, ഇവരുടെ ലൈഫിലെ സ്ട്രഗിള്, ഇതെല്ലാം ആണിന് പറയാം.
ഒരു സ്ത്രീയുടെ ലൈഫിൽ ഒരു അമ്മയുടെ പെങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അറിയാലോ. ഒലക്കനെ കൂടാതെ ആണുങ്ങൾ എന്താ പറയുന്നത്? നിക്ക്, ഒരു അച്ഛന്റെ ത്യാഗം, ഒരു മകന്റെ ത്യാഗം, ഒരു ഭർത്താവിന്റെ ത്യാഗം, ഇതറിയണ സ്ത്രീകളും അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്തുള്ള കഥകൾ വന്ന സ്ത്രീകൾ കയറി കണ്ടത് സക്സസ്ഫുൾ ആക്കാറുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടല്ലോ. എവിടാ വാഴ 2 വാഴ 1 സ്ത്രീകൾ തന്നെയല്ലേ സക്സസ് ആയത് മോളെ? അതിനകത്ത് ഈ പറഞ്ഞ ഒരു തിയേറ്റർ കൗണ്ട് എടുത്ത് നോക്കി, അതിനകത്ത് എത്ര ആണ് എത്ര പെണ്ണ്, അതൊക്കെ ഞങ്ങളായിട്ട് ക്ലോസ് ആയിട്ട് മാച്ച് ആകുന്നതുകൊണ്ട് ഞങ്ങൾ കയറി കാണുന്നത്. അപ്പൊ വാഴ 3 നിങ്ങൾ കാണില്ലേ? വാഴ 3 ഇഷ്ടം പോലെ കാണും. പക്ഷെ അതിനകത്ത് ആവശ്യമുള്ളത് എനിക്ക് എന്റെ പേഴ്സണൽ കോളിൽ എനിക്ക് താല്പര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ നമ്മൾ കാണാത്ത ഡൈമെൻഷൻ മനസ്സിലായി. ഇപ്പൊ ആണുങ്ങളുടെ ഡിമെൻഷൻസ് ഇപ്പോഴും ആളുകൾക്ക് ഭയങ്കരമായിട്ട് പറയാൻ പറ്റും. ഇപ്പൊ ഈ 10 ആണുങ്ങൾ എടുത്തോ, 10 ആണുങ്ങൾ എടുത്തിട്ട് ആ 10 ആണുങ്ങളോട് ചോദിക്കുകയാണ് ഒരു സ്ത്രീയുടെ ലൈഫ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളത് എന്താ? ഗർഭവേദന. ഒന്നും അറിയാത്ത അവസ്ഥയോണ്ടാണ് ഈ കമന്റ് ബോക്സ് വന്നത്. ഒന്നും അറിയില്ല. ആണുങ്ങൾക്ക് സ്ത്രീകളുടെ ഫൺ പാർട്ട് അറിയില്ല. നിങ്ങൾ എങ്ങനെ ടൈം ഫണ്ണായിട്ട് എൻജോയ് ചെയ്യുക അതെങ്ങനെ ഒരു മെൻസ് ഹോസ്റ്റലിലുള്ള കാര്യം ഒരു പെണ്ണിനറിയും. കാരണം എന്താ? അത് ഭയങ്കര ഒരു മെൻസ് ഹോസ്റ്റലിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് ഒരു മോസ്റ്റ് മെജോറിറ്റി പെണ്ണുങ്ങൾക്ക് അറിയുന്ന കാര്യം. അറിയില്ല പെണ്ണുങ്ങൾ ഹോസ്റ്റലിൽ എന്ത് നടക്കുന്നത് നമുക്ക് അറിയാൻ പാടില്ലേ? സീരിയസ് ആയിട്ട് പഞ്ചഭാവങ്ങളെ ഒന്നും അറിയാത്തവര് ആർക്കറിയോ? ഒരു എനിക്കറിയാൻ പാടില്ല. ചോദിച്ചാൽ എന്റെ പറഞ്ഞു തരൂല്ല. ആകാംക്ഷയാണ്. സീരിയസ്ലി ഒരു വുമൻസ് എന്താണ് നടക്കുന്നത്? 4 പെണ്ണുങ്ങൾ പറയാൻ പറ്റില്ല. 4 ആണുങ്ങൾ കൂടി കഴിഞ്ഞാൽ ഒരു പെണ്ണ് നടന്നു പോകുമ്പോ ആ പെണ്ണിനെ കുറിച്ച് എന്ത് കമന്റ് പറയാം എന്നുള്ളത് അസ്യൂം ചെയ്യാൻ ആണുങ്ങളെ കൊണ്ടും പറ്റും പെണ്ണുങ്ങളെ കൊണ്ടും പറ്റും. പക്ഷെ 4 പെണ്ണുങ്ങൾ കൂടി ഒരു ആണിനെ നോക്കി ഇവർ എന്ത് കമന്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു ഐഡിയ ഞങ്ങൾക്കില്ല. അറിയാൻ ശ്രമിക്കാണ്ടില്ല. പറയണ്ടേ? കാലാകാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പറയണ്ടേ? പറയണില്ലല്ലോ. ചോദിച്ചാ പറയും അതൊന്നുമില്ല എന്ന് പറയും. അപ്പൊ നന്മയൊളികളാവും. ഇത് നമ്മളെക്കാൾ കൂടുതൽ ആണുങ്ങളെ കമന്റ് അടിക്കുന്ന ടീംസ് ആവും വരെ. പക്ഷെ ചോദിച്ചാ പറയില്ല. അപ്പൊ നമുക്കത് അറിയണം. അത്രേ ഉള്ളൂ. എനിക്ക് സിനിമ ഞാൻ പറഞ്ഞല്ലോ സ്ത്രീകളുടെ സിനിമ സക്സസ് എന്റെ ലോക സക്സസ് ആയില്ലേ? ലോക സക്സസ് അങ്ങനെ എത്രയോ സിനിമ സക്സസ് ആവും. ഈ സിനിമ ഇതുവരെയുള്ള കാലങ്ങളിൽ വെച്ച് നോക്കുമ്പോ കൂടുതലും മെയിൽ ഓറിയന്റഡ് സിനിമകളെല്ലാം ഉണ്ടാവുക. ഫീമെയിൽ ഓറിയന്റഡ് വരട്ടെ. ഫീമെയിലൊന്നുമില്ല. അങ്ങനെയല്ല വന്നിട്ടുള്ളത്. ഒരു സിനിമ പറയുമ്പോ നായകന്റെ പേര് തന്നെയാണ് സിനിമ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പത്തെ കാലഘട്ടത്തിൽ എന്താ ഫീമെയിൽ WCC ബാക്കിയുള്ള സാധനങ്ങളും കൂടി പിടിക്കാത്ത എന്താ? അല്ലെങ്കിൽ ലോകേന്റെ സക്സസ് ഉണ്ടായപ്പോ അവര് 10 ലോകം ഇറക്കാൻ എന്താ അവരെന്താ ഇനീഷ്യേറ്റ് ചെയ്യാത്ത? ലേഡി സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടല്ലോ ഇവിടെ. അവര് സിനിമ എന്താ കൊല്ലത്തിൽ 1-2 വരാത്തെ? എന്താ കാര്യം? അത് അവരോട് ചോദിച്ചു നോക്കി. അല്ല കാണാൻ ആളില്ലാണ്ടല്ലോ. നമ്മള് നാട്ടുകാർ ഏത് നല്ല സിനിമയും കയറി കണ്ട് സക്സസ്ഫുൾ ആക്കും. അയ്യടാ അയ്യോ ഷട്ടതാ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മുട്ടിയ കൊഞ്ഞ. ഞാൻ പറഞ്ഞല്ലോ ഈ എഴുതിയിട്ട ആൾക്കാരുടെ ഒക്കെ ഈ എഴുതിയിടാൻ ഇതിന്റെ വേറെ ഫീമെയിൽ റൈറ്റർ പറഞ്ഞത് വിപിൻദാസ് അല്ലേ? നിങ്ങൾ നല്ലൊരു ഫീമെയിൽ റൈറ്ററെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ എഴുതിക്കോട്ടെ. റൈറ്റർ എഴുതട്ടെ. നോട്ട് ദ പോയിന്റ്. ഇത്രകാലം സ്ത്രീകളുടെ കഥ എഴുതിയ ആണുങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ, നോട്ട് ദ പോയിന്റ്. പറയട്ടെ. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കഥ എഴുതാൻ പറ്റില്ല. പറ്റില്ലടാ. പെണ്ണുങ്ങൾക്ക് എഴുതാൻ പറ്റുള്ള പെണ്ണുങ്ങൾക്ക് എഴുതാൻ പറ്റുള്ള പറയുന്നത് ഞങ്ങൾ അറിയാൻ ശ്രമിക്കേണ്ടല്ല. ഞങ്ങൾ കേട്ട് അറിയിച്ചിട്ടില്ല. ഒരു ഏട്ടന് ഒരു അച്ഛന് ഒരു മകന് ഒരു ഭർത്താവിന് ഒരു ബെസ്റ്റിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തന് ഒരു പെണ്ണിനെ മുഴുവനായിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ടോ? ഒരിക്കലും മനസ്സിലാക്കില്ല. അതെ, ആ മനസ്സിലായ്മയിൽ നിന്നാണ് പറ്റില്ല. പെണ്ണിന്റെ ഉള്ള മനസ്സിലാക്കെങ്കിൽ ഒരു പെണ്ണിന് തന്നെ പറ്റുള്ളൂ. അതറിയോ? എന്നിട്ടാണ് പരസ്പരം ആ സിനിമ ഇറങ്ങുമ്പോ ഫീമെയിൽ റൈറ്റർ എന്നോട് കുറച്ച് കാര്യങ്ങൾ കുറച്ച് പറയാനുണ്ട്. കൊണ്ടേക്കാണെങ്കിൽ ഫ്രീ ആയിട്ട് തരാം. കാശ് പോലും തരണ്ട. കൊണ്ടേ തീർക്ക്. അപ്പൊ ഇതാണ് വിഷയം, വേറൊന്നുമല്ല. എനിക്ക് തോന്നി ഈ കമന്റ് ബോക്സ് ഇങ്ങനെ ആവാൻ കാരണം അതാണ്. നിങ്ങൾക്കൊന്നും അറിയില്ല. അറിയാനുള്ള ക്യൂരിയോസിറ്റിയാണ്. അറിയാത്തോണ്ട് പിന്നെ എന്ത് ചെയ്യും? അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ട്, താല്പര്യമുണ്ട്. ഞാൻ പറയുന്നു ഇവിടെ മോസ്റ്റ് മെജോറിറ്റി ആണുങ്ങളെ കാര്യം പെണ്ണുങ്ങൾക്ക് അറിയില്ല എന്നാ പറയുന്നത്. അപ്പൊ പെണ്ണുങ്ങളെ കാര്യം ആണുങ്ങൾക്ക് അറിയില്ലടി. സീരിയസ് ആയിട്ട് അറിയില്ല. ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് 4-5 ആണുങ്ങൾ ചേർന്നിട്ട് ഒരു ടൂർ പോവാന്ന് വിചാരിച്ചു. ആ ടൂർ പോകുന്ന ആ സ്ഥലത്ത് എന്തൊക്കെ സംഭവിക്കാന്നുള്ളത് അസ്യൂം ചെയ്യാൻ മാത്രം എന്തുണ്ട്?
കാര്യങ്ങൾ ഇവിടെ കാലാകാലങ്ങളിൽ ആണുങ്ങൾ ചെയ്യുന്നത് എല്ലാവരുടെയും മുന്നിൽ എക്സ്പോസ്ഡ് ആണ്. നേരെ പഠിച്ചു 4-5 പെണ്ണുങ്ങൾ ഒരു ടൂർ പോയി അവിടെ എന്ത് സംഭവിക്കുന്നുള്ളൂ നമുക്ക് എങ്ങനെ അറിയണം? നമ്മ ഇതിന്റെ അസംഷനിൽ ഇതിന്റെ ഡ്രീമിന് പോലും എനിക്ക് അറിയില്ല അവിടെ എന്ത് സംഭവിക്കുന്നുള്ളൂ, അവരെങ്ങനെയാണ് ബിഹേവ്. ഇപ്പൊ ആണുങ്ങൾ ചെയ്യണോ അതിൽ വൈബ് അടിക്കോ, കള്ളു കുടിക്കോ, ഇല്ലെങ്കിൽ ലഹരി അടിക്കോ, ഇവര് കമന്റ് ചെയ്യോ, ഇവര് വേറെ എന്തെങ്കിലും ചെയ്യോ, ട്രക്ക് ചെയ്യോ, ഡാൻസ്, എന്തറിയോ ഇതിനെ കുറിച്ച്? ഒരു പിടുത്തമില്ല അതിനെ കുറിച്ച്. ആ ക്യൂരിയോസിറ്റിയാണ് എനിക്കുള്ളത്. അത് കാണിക്കാൻ പറ്റണം. അല്ലാതെ 4 ആണുങ്ങളെ കൊണ്ടുവന്നിട്ട് മറ്റേ അതും കാണിക്കണം. ഒരു പെണ്ണിന് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇത്രയും കാലമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ നോക്കുന്ന സമയത്ത് പല സാഹചര്യത്തിലും ഒരു പെണ്ണിന്റെ വില്ലത്തി ഒരു വേറെ പെണ്ണാണ്. മനസ്സിലായോ? അത് ചിലപ്പോ ആ പെണ്ണിന്റെ അമ്മയാവും, ചേച്ചിയാവും, നാത്തൂരാവും, അമ്മായിയമ്മയാവും, ഫ്രണ്ട്സ് ആവും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഇത് പുറത്തേക്ക് വരുമ്പോ ഒക്കെ ഒരു മോസ്റ്റ് മെജോറിറ്റി ആണുങ്ങളെ പേരാണ്. പറഞ്ഞാൽ മതിയല്ലോ. ആണല്ലോ, ഈ എന്റെ സ്വന്തം അമ്മ വില്ലത്തിയെന്ന് ഈ പറയൂ, ഇല്ല എന്റെ പെങ്ങള് വില്ലത്തിയെന്ന് ഈ പറയൂ. എന്താ പറയുക? നേരെ മറിച്ച് പറയും 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 പറയും. അതാണ് വ്യത്യാസം. പറയും, അതാണ് വ്യത്യാസം. പിന്നെ നിങ്ങളുടെ അസംഷൻ പിന്നെ എന്തെങ്കിലും പറയുമ്പോ കൊഞ്ഞനെ കുത്തലുണ്ട്. ഇത് കൊഞ്ഞലും കുത്തല. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്, ഇയാള് കൊഞ്ഞലും കുത്തി ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ പറഞ്ഞോണ്ടേയിരിക്കുന്നുണ്ട്. അളക്കാണ് ഉത്തരമില്ലാത്തത്. എവിടെയും പറഞ്ഞിട്ടില്ല. അച്ഛനാണോ ഏട്ടനാണോ ഒന്നും പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു? പിന്നെ അത് സിനിമയിൽ അങ്ങനെ പറഞ്ഞ സിനിമയിലൊക്കെ ആണുങ്ങള് സത്യസന്ധമായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. അപ്പൊ കൊടി പിടിക്കൂലോ. സ്ത്രീത്വത്തെ അപമാനിച്ചു, സ്ത്രീകളെ മോശമായി പോർട്രേറ്റ് ചെയ്തു, സ്ത്രീയെ അങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ചോദിക്കാൻ പറഞ്ഞാൽ ഇവിടെ ആരില്ലല്ലോ. ആണ് എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് പോകാൻ. എനിക്ക് അറിയേണ്ടത് ഈ സിനിമയില് സ്ത്രീകളുടെ ലഹരിയുടെ വശം കാണിക്കുമോ? ഒക്കെ കാണിക്കണം. ലാസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് വാഴ 3 കോൺട്രവേഴ്സിയും സ്ത്രീ. അപ്പൊ ഓക്കെ, അത് നമുക്ക് അവിടെ നിർത്താം. ഇത് ഇന്നൊന്നും തീരൂല. അങ്ങനെ പോയി സാധനം. ഞാൻ അടുത്തത് വാഴ 2 സിനിമയില് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ കൊടുത്ത കേസ്. ഓക്കെ, ആ കേസല്ല, എതിരെയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിജുക്കുട്ടന്റെ ക്യാരക്ടർ കഷായം കുടിച്ച് സീനാവുന്ന, അതായത് ആള് തട്ടിപ്പോകുന്ന ഒരു സീനുണ്ട് അതിനകത്ത്. സ്പോയിലറൊന്നുമല്ല, എത്ര കാലം ഓടിയതല്ലേ, എല്ലാവരും കണ്ടു കാണും. അപ്പൊ ആ ഒരു സംഗതി ഇവർക്ക് ഭയങ്കര ഹേർട്ടായി. ഓക്കെ, ഇവർ പറയുന്നത് കഷായം കുടിച്ചാലൊന്നും ആയുർവേദ കഷായം കുടിച്ചാൽ അങ്ങനെ ഒരാളുടെ ഇതൊന്നും പോയില്ല എന്ന് പറയുന്നത്. പക്ഷെ ആസ് പെർ മൈ നോളജ് എന്താണെങ്കിലും ഒരു കൂടുതൽ കൺസെപ്ഷൻ, ഒരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് വിഷയം തന്നെയാണ്. വൺ ഓർ ദ അതർ വേ അത് നമ്മൾ എന്ത് ചെയ്യും, വേറെ രീതിക്ക് ബാധിക്കും. ആ സിനിമയിൽ വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ബിജുക്കുട്ടൻ ഒരു 8-10 കുപ്പി നിരത്തി വെച്ചിരുന്നിട്ട് ഇത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അരിഷ്ടവും കഷായമായിട്ട്. അപ്പൊ അത് അതിന്റെ ഒരു അളവിൽ കൂടുതലായി കഴിഞ്ഞാൽ ഈ ദേഹത്തേക്ക് ഇതിന് വല്ല സ്റ്റഡീസ് നടന്നിട്ടുണ്ടോ എനിക്കറിയില്ല. ആയുർവേദം സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല എന്നാണ് പറയാ. ശരിക്കും സ്നേഹേ, ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കാണുന്ന മോഡേൺ ആയുർവേദമാണോ അരിഷ്ടം അല്ലെങ്കിൽ കഷായം? ഇതൊക്കെ ഭയങ്കര പ്യൂരിഫൈഡ് ഫോമില്, ഏറ്റവും പ്യൂറസ്റ്റ് ഫോം എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ പറഞ്ഞ് എത്രയോ ആൾക്കാർ ആയുർവേദ ചികിത്സ എടുത്തിട്ട് സൈഡ് ആയിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഏതാ ഇതൊരു അൺവാണ്ടഡ് കോൺട്രവേഴ്സി ആയിട്ട്. ഓക്കെ, അത് അങ്ങനത്തെ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് സംസാരിക്കുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് ഒരു എത്തിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ്. കാരണം അവിടെ ഒരു മറുപടി കൊടുക്കുക, ഈ ഒരു സീക്വൻസ് കാണുന്ന ഒരാൾ വിചാരിക്കുക എന്താ പറയുക, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് എന്താ പറയുക മദ്യത്തെക്കാട്ടും മോശമാണ് എന്നുള്ള രീതി. നമ്മളെ നാട്ടിൽ എത്ര പേര്, നമ്മൾ തന്നെ ഒരു അരിഷ്ടം കൊടുക്കുന്ന എത്ര രോഗികളുണ്ട്, അവർക്ക് യാതൊന്നും സംഭവിക്കുന്നതായിട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. കാരണം നമുക്ക് സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, അതിലൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാണ്ട്, അതിൽ ആ പ്രസ്തുത സിനിമയിൽ ആ അരിഷ്ടം ഉപയോഗിക്കുന്ന വ്യക്തി ഏതെങ്കിലും ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു പ്രിസ്ക്രിപ്ഷൻ മുഖാന്തരം ഉപയോഗിക്കുന്നതല്ല. ആളുടെ ഒരു സ്വന്തം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഷൈജു ഡോക്ടർ പറഞ്ഞു, ആയുർവേദം അല്ലേ, എന്തും മരുന്നും ആർക്കും എങ്ങനെയും കഴിക്കാന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് കഴിക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അത് അവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അരിഷ്ടം കറക്റ്റ് ഡോസിൽ ഓരോരോ അസുഖത്തിനും ഇന്ന കണ്ടീഷനിൽ ഇത്ര ഡോസിൽ ഇത്ര ദിവസത്തേക്ക് നല്ല കൃത്യമായ ഒരു ചട്ടക്കൂടിലാണ് അരിഷ്ടങ്ങളൊക്കെ ഉപയോഗിക്കുക. ആയുർവേദ മരുന്നല്ലേ, സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമ്മൾ ഏതൊരു സാധനവും ശരിയായ രീതിയിലല്ല ഉപയോഗിച്ചതെങ്കിൽ ഇല്ല എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും.
അത് ആള് ഇത്രയേ ഉള്ളൂ. points ഇതിനെതിരെ correct ആണ്. ഇവർ ഈ പറഞ്ഞ പോയിന്റ്സും അല്ലെങ്കിൽ ഇവർ ഈ സാധനം ഇപ്പൊ പറഞ്ഞ തന്നെയാണ് ആ സിനിമയിൽ കാണിച്ചതും. ബിജുക്കുട്ടൻ എവിടുന്നോ കുറെ കഷായത്തിന് അഡിക്റ്റ് ആയിട്ട് കഷായവും അരിഷ്ടവും മേടിച്ച് കുടിച്ച്, അല്ലാതെ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കൂടുതൽ കുടിച്ചത് അതൊന്നും കാണിച്ചില്ല. അയാൾ അതിന് അഡിക്റ്റഡ് ആയി പോയി, അത് കുടിച്ചു, അയാൾ പോയി. അതിന് ഇനിയിപ്പോ എന്താ, അത് ആ സിനിമയിൽ തന്നെ അവയർനെസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി പ്രത്യേകിച്ച് ഇവര് വന്നിട്ട് ഇനി ഇതിൽ എന്താ അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ഞാൻ സത്യത്തിൽ അന്തം വിട്ടുപോയി. എന്താണ് ഇവരുടെ ആവശ്യം എന്നുള്ളത്. ആ കൂട്ടത്തിൽ അങ്ങനെ വൈറലാവാനാണെങ്കിൽ അയക്കോ അല്ലേ, അതങ്ങനെ ആയിക്കോട്ടെ, വിഷയമുള്ള കാര്യമൊന്നുമില്ല. അത് പക്ഷെ ഞാൻ പറ്റേ അതൊന്നും അത്ര ഭയങ്കരമായിട്ട് ഒരു കാണിക്കുന്ന പോലെ എനിക്ക് തോന്നിയില്ല. വണ്ടി ഒന്ന് കുലുങ്ങിയോ? ഞാനൊരു കുലുങ്ങി പോലെ എനിക്ക് ഞാൻ കുലുങ്ങിയതാ നേരത്തെ, ഞാൻ അങ്ങനെ കുലുങ്ങി. ഞാൻ ഇനി അപ്പുറത്തെ വണ്ടി എടുത്തപ്പോ എങ്ങാനും തട്ടിയിട്ടില്ല. അപ്പൊ ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ അല്ലേ. വാഴ റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രവേഴ്സികൾ ഇനിയും വരാൻ ചാൻസസ് ഉണ്ട്. വാഴ 3 വരട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ പോവാണ് അല്ലേ. നമ്മൾ ഇനി രാത്രി വേറെ എന്തെങ്കിലും കേട്ട് വരാം.